അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ഫഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വാഗ്ദാനങ്ങളെയാണ്. വാഗ്ദാനങ്ങൾക്ക് പിന്നാലെ മഹാഭൂരിപക്ഷത്തിൻ്റെയും ജീവിതം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദരിദ്രർ സമ്പന്നതയുടെ അഥവാ സമ്പത്തിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുന്നു. പരീക്ഷണങ്ങളിലകപ്പെട്ടവൻ മോചനത്തിൻ്റെ വാഗ്ദാനം തേടിക്കൊണ്ടിരിക്കുന്നു. രോഗി രോഗശാന്തിയുടെ വാഗ്ദാനം പ്രതീക്ഷിക്കുന്നു. പക്ഷേ മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ പലപ്പോഴും കാറ്റിൽ പറത്തപ്പെടുന്നു, പാലിക്കപ്പെടുന്നില്ല. അധികാരികൾ വാഗ്ദാനം ചെയ്യുന്നു, പക്ഷേ പലതും പാലിക്കുന്നില്ല. വാഗ്ദാനങ്ങൾ പലതും മറന്നു പോകുന്നവരുമുണ്ട്. എന്നാൽ ഒരു വാഗ്ദാനമുണ്ട്, അതൊരിക്കലും തെറ്റുകയില്ല, അതൊരിക്കലും മറക്കുകയില്ല. അതിന് കാലപരിധിയില്ല, അതിന് മാറ്റമില്ല, പരാജയമില്ല. അത് സർവശക്തനായ റബ്ബിൻ്റെ വാഗ്ദാനമാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. തീർച്ചയായും അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 9-ാമത്തെ ആയത്തിലും 13-ാം അധ്യായം 31-ാമത്തെ ആയത്തിലും ഓർമ്മപ്പെടുത്തുന്നു. ഇന്നല്ലാഹ ലാ യുഖ്ലിഫു വഅദഹു. അള്ളാഹു തൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. ഖുർആൻ സൂറത്ത് റൂമിലും അതേപോലെ തന്നെ സൂറത്ത് സുമറിലെ 20-ാമത്തെ ആയത്തിലും ഈ കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമാന ആയത്തുകൾ വേറെയും വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആയതിനാൽ റബ്ബ് ഖുർആനിലൂടെ നമുക്ക് നൽകിയ 4 വാഗ്ദാനങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 1, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ചെറുതും വലുതും ഇഹലോകവും പരലോകവും നാം ആവശ്യപ്പെടേണ്ടതുണ്ട്. സുഖങ്ങളിലും സന്തോഷവേളകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം റബ്ബിനോട് ചോദിക്കാൻ മറന്നു പോവരുത്. അവൻ വെറും കൈയോടെ മടക്കുകയില്ലെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 2-ാമത്തെ കാര്യം ഫദ്കുറൂനി അദ്കുറുക്കും. ആകയാൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കുവിൻ, ഞാൻ നിങ്ങളെയും സ്മരിക്കും. സൂറത്ത് ബഖറയിലെ 152-ാമത്തെ ആയത്താണ്. റബ്ബ് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആദമിൻ്റെ മകനെ, എന്നെക്കുറിച്ച് നീ സ്വന്തത്തിൽ അഥവാ മനസ്സിൽ ഓർക്കുന്നതായാൽ ഞാൻ എൻ്റെ സ്വന്തത്തിൽ നിന്നെയും ഓർമ്മിക്കും. എന്നെക്കുറിച്ച് ഒരു സംഘത്തിൽ ഓർമ്മിക്കുന്നതായാൽ ഉത്തമമായ സംഘത്തിൽ അഥവാ മലക്കുകളുടെ സംഘത്തിൽ വെച്ച് ഞാനും നിന്നെ ഓർമ്മിക്കും. എപ്പോഴും റബ്ബിനെ ഓർക്കുകയും നാവിലൂടെ ദിക്റുകൾ ഉരുവിടുകയും വേണം. പ്രത്യേകിച്ച് പ്രഭാത പ്രദോഷ ദിക്റുകൾ നാം ആവർത്തിക്കേണ്ടതുണ്ട്. 3-ാമത്തേത് ലഇൻ ശകർത്തും ലഅസീദന്നക്കും. വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം 7-ാമത്തെ ആയത്താണ്. നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിയിട്ടുണ്ട്. എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ലെന്ന് റബ്ബ് 14-ാം അധ്യായം 34-ാമത്തെ ആയത്തിലും 16-ാം അധ്യായം 18-ാമത്തെ ആയത്തിലും പ്രസ്താവിക്കുന്നു. കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കണം, നന്ദികേടു കാണിക്കരുത്. അള്ളാഹു പറയുന്നു, വഷ്കുറൂലി വലാ തക്ഫുറുൻ. എനിക്ക് നന്ദി കാണിക്കുവിൻ, നന്ദികേട് കാണിക്കുകയുമരുത്. 4-ാമത്തെ വാഗ്ദാനം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. പാപികൾക്ക് ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പാപമോചനം ശിക്ഷ തടയുമെന്നും വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. തെറ്റു ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിനേന അനവധി തവണ പശ്ചാത്തപിച്ചു, പാപമോചനം തേടി. തെറ്റുകൾ സംഭവിക്കുന്ന നാം ഇത് ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് റബ്ബിൻ്റെ വാഗ്ദാനങ്ങൾ നേടിയെടുക്കാൻ നാം കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം. സർവശക്തനായ അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.